ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എങ്ങോട്ടാണ് മാറ്റി ഒരുങ്ങിട്ട് എങ്ങോട്ട് പോണേ? കറണ്ട് ഓഫീസിലേക്ക് പോകണം. കറണ്ട് ഓഫീസിൽ പോവാ. എന്തിനാ നമ്മള് പോണേ? മോളിൽ കൂടെയാണ് നമ്മളെ ലൈൻ കപ്പി. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ ചോദിച്ചു നോക്കാൻ പോകും. പരിഹാരം ഉണ്ടോ ചോദിച്ചു നോക്കാൻ മാത്രം. എന്റെ ഫോണില് ഒരു മെസ്സേജ് വന്നു. ഫോണ് ലൈൻ കമ്പി മാറ്റി തരും, ഇങ്ങനെ പെന്റെ മേൽക്കൂടെ ഉണ്ടെങ്കിന്നൊക്കെ. ആണോ? അതായത് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി തരും പറഞ്ഞിട്ട് അപ്പൊ പോയി വെക്ക. അല്ല, ആരെ മെസ്സേജ് എങ്ങനെ വന്ന്? ഇങ്ങനെ സാധാരണ നോർമൽ മെസ്സേജ് കാർഡ് ഇല്ലോര് പിന്നെ എത്ര എന്തൊക്കെയാ പറഞ്ഞു, അത് ഞാൻ കാണിച്ചു തന്നു. അല്ല, കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, അപ്പോ BPL കാർഡിലുള്ളവർക്ക് അങ്ങനെ എന്തോ ഒരു മെസ്സേജ് വന്നിക്കണേ. അപ്പൊ അതിന്റെ ആരെ പറഞ്ഞപ്പോ ചെല്ലാന്ന് ആരെ പറഞ്ഞേ? മെസ്സേജ് കണ്ട് അത് കേട്ടിട്ട് നമ്മള് KCBക്ക് പോയി വെക്കാം. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടു. അപ്പൊ അതവിടെ കാട്ടി കൊടുത്തോക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു നോക്കട്ടെ. അതായത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പൊ BPL കാർഡിലുള്ളവർക്ക് ഇങ്ങനെ പെരുടെ മുകളിൽ കൂടെ ലൈൻ പോകണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാന്ന് വിചാരിച്ചു. വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്തായാലും ചെന്ന് നോക്കാം. നമ്മള് ചെന്ന് നോക്കിയ ചെന്നിട്ട് ചോദിച്ചു നോക്കാം അല്ലേ. നമ്മളെ ആവശ്യമാണ്, എല്ലാ ആവശ്യം തന്നെയാണ് അല്ലേ. വലിയ ആവശ്യമാണ്. പെരപ്പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ സാധനം മാറണം. അപ്പൊ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. തുടങ്ങിയാലും പോരാ, എന്തിനായാലും മാറാതെ തൊടാൻ പറ്റും. പേപ്പറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ എഴുതി. എല്ലാ പേപ്പറും എടുത്തിട്ടില്ലേ? ഒന്നും മറക്കാൻ നിൽക്കണ്ടെങ്കിൽ എന്തായാലും ഗൈസ് ചെന്നോക്കട്ടെ. ചെന്നിട്ട് അവിടെ ചെന്നിട്ട് സംസാരിച്ചോക്കെ എന്താ പറയണേ, എങ്ങനെയാണ് സംഭവം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓരോട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മളെ ഓട്ടോറിക്ഷ അവിടെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാ വേഗം വരി. ഇവിടെ കുമ്മായ ഇടാൻ പിന്നെ ആയില്ലേ? ഞാൻ നോക്കിക്കൊണ്ട് നോക്കി ഇറങ്ങിക്കോളി. രണ്ടാൾക്കാർക്കും കാലില്ല, അതാ ഇന്നെ കുടിച്ചാണ്. അതെ, ഒരു തടവുണ്ടായാൽ മതിയില്ലേ. മെല്ലെ ഇറങ്ങിക്കോളി. കൊയിഞ്ഞാടല്ലേ കേട്ടോ, പണി ഉണ്ടാക്കില്ല. ഈ സൈഡിൽ കൂടെ വന്നാലേ, ഇടത്തെ ഭാഗത്ത് കൂടെ. ആയിക്കൂടെ അല്ല, ഇപ്പുറത്തെ കൂടെ. ഈ കൂടെ പോക്കൂലേ, ഈ വള്ളം പോണടുത്ത് കൂടെ പോക്കും. കളർ മാറിക്കണോ? എല്ലാം ഇറങ്ങിക്കോളി. കേറിക്കോളി. യല്ല ഇക്കൂടി പോവാ. നേരെ KCB കേട്ടോ കാക്ക. അതെ, കുറച്ചേരം അവിടെ നിക്കേണ്ടി വരും. KCB നമുക്ക് കേറിയിട്ട് അവിടെ നോക്കി നോക്കട്ടെ. ആ പോസ്റ്റിന്റെ കാര്യം പറയാനേ. പോരിനേക്കാണ് പോത്തിനെ കണ്ടത്. പോത്തിനോട് അതാക്കണ കിട്ടി, പൈസ ഉണ്ട്. പോത്ത് ഉണ്ട് ഇവിടെ, അതായത് ബീഫ്. അപ്പൊ ഉമ്മമാക്ക് പോത്ത് വേണം പറഞ്ഞു. അപ്പൊ വാങ്ങാം. കാക്ക പോത്തിന് എത്ര ഉമ്മ? എത്ര ഒന്നോ 350? ഉമ്മക്ക് ഇപ്പൊ ഓരോന്നൊക്കെ തിന്ന് അങ്ങനെ പൂതിണ്ട്. അപ്പൊ ഉമ്മക്ക് ബീഫ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ വാങ്ങാന്ന് വിചാരിച്ചു. നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്, എത്തിയിട്ടില്ല. ഇവിടുന്ന് കുറച്ചുകൂടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പോത്തല്ല അങ്ങാടി. അവിടെയാണ് KCB ഓഫീസ്. പോത്തല്ല എല്ലാം ഞെട്ടിക്കോളാം. അങ്ങനെ പോത്തും വാങ്ങി ഇനി നേരെ KCB ഓഫീസിലേക്ക്. എന്താ അറിയില്ല, ചെന്ന് നോക്കാം. എന്നാ പിടിച്ചാണി ബീഫൊക്കെ പിടിച്ചോളി. നേരെ പോവാ. അങ്ങനെ നമ്മളിവിടെ KCBന്റെ അവിടെ എത്തി. എന്താ ഇറങ്ങി മമ്മല്ലേ ഇറച്ചീന്റെ കാക്കില്ലേ വരും. നമ്മള് നേരെ KCB ഓഫീസിന്റെ ഉള്ളിൽ കയറി നോക്കട്ടെ. എന്താണ് KCB ഓഫീസ്. ഉള്ളിലേക്ക് എന്തായാലും ക്യാമറ കൊണ്ടുപോകണ്ട, കാരണം ചിലപ്പോ ഇതുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് സംസാരിച്ചു നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് എന്താന്ന് പറയാം. ഗൈസ്, നമ്മളെ കാര്യം ചോദിച്ചു നോക്കി. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ നമുക്ക് പെര പാസ്സായതല്ലേ ലൈഫിന്റെ. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെ താഴെ കൊടുക്കാൻ പറഞ്ഞു. അതായത് KCB ഓഫീസിൽ കൊടുത്തിട്ട് പിന്നെ ആധാർ കാർഡിന്റെയും പിന്നെ ഓല് ചോദിക്കണ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാണ്. അതായത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതെന്തായാലും ചെന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയോട്ടെ. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതുകൂടെ കൊടുക്കാനാണ് പറഞ്ഞത്, അപേക്ഷിക്കാനാണ് പറഞ്ഞത്. നമുക്ക് അപേക്ഷിക്കാൻ നോക്കി നോക്കാം. എന്തായാലും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരട്ടെ ആദ്യം. അങ്ങനെ നമ്മള് അപേക്ഷ കൊടുത്തിക്കണ്. അപേക്ഷ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്തിന്റെ ഇത് കിട്ടി അല്ലേ. എന്താണ് ഇനി എന്താ പറഞ്ഞെന്താ, ഇന്നലെയാണ് ഇപ്പൊ സംഭവം ഇതായിക്കണേ. 6 മാസം വരെയുള്ള അതിന്റെ ടൈമില് ഇന്നലെ മുതലാണ് ഇപ്പൊ ഇതായിക്കണത്. അപ്പൊ നമ്മള് കൺഫേം ആയിട്ടില്ല. അപ്പൊ നമ്മളെന്തായാലും അപേക്ഷിച്ചിടുക. ഞങ്ങാനും ഇത് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഴിച്ചില്ലേ. എന്നാ നീ വേഗം ഓട്ടോറിക്ഷ കയറി. ഇനി നമുക്ക് വന്ന വൈകി തിരിച്ചു പോവാ. ഓട്ടോറിക്ഷ അവിടെ ഉണ്ട്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇനി എവിടുക്കാ നേരെ പോണേ? ശരിക്കല്ലേ?
വേറെ എവിടെയും തട്ടിമുട്ടണമൊന്നുമില്ലല്ലോ? ആ ഓക്കെ ഓക്കെ ഇനി വരുമ്പോ നമ്മളെ വിളിക്കും. ആ ഓക്കെ അപ്പൊ നമ്മള് കാട്ടിക്കൊടുക്കാം. ആയിക്കോട്ടെ. പക്ഷേ ഇത് കുഴിച്ചിടാൻ സ്ഥലം നമ്മള് കാട്ടിക്കൊടുക്കണം. അത് നമുക്ക് നോക്കാം. ആ ടൈമിൽ വരുമ്പോ വിളിച്ചാൽ മതി. ഓക്കെ നമുക്ക് ഞാൻ നേരെ ഇനി പെരി പോവാൻ നോക്കട്ടെ. ഉമ്മാക്ക് മീൻ വാങ്ങണം പറഞ്ഞപ്പോ 100 രൂപ കയ്യിലെന്നും കൂടി വാങ്ങിക്കണം. ഉമ്മാക്കണ അവിടെ ഉണ്ട് ഓട്ടോറിക്ഷയിലുണ്ട്, ഇതിനപ്പുറത്ത് അതിൽ കുത്തിരിക്കുന്നുണ്ട്. 100 രൂപയ്ക്ക് എത്ര ഉണ്ടാവും? 800. ഓക്കെ മീൻ വാങ്ങി ഇമ്മ കാക്കണ ഇതിനുള്ളിലുണ്ട്. നേരെ ഇനി പെരി പോവാൻ നോക്കട്ടെ. എന്നാ അയില വേറെന്തേലും വാങ്ങണ്ട ഇനി? പൂള പോണേക്ക് നോക്കാം. എന്നാ ഞാൻ നേരെ പെരി പോവാൻ നോക്കട്ടെ. ഉമ്മാക്ക് പൂളിയും കൂടി മണം പറഞ്ഞ് പൂളൊക്കെ എത്രടാ? പൂളൊക്കെ എത്ര? അത് എത്ര വേണ്ടിയ? ആ 2 കിലോ പൂളിയും മറ്റേ മധുരക്കിഴങ്ങ് 1 കിലോ ആണ്. എന്നാ പഴം പിടിച്ചോളി. നീ പൂളിയും മധുരക്കിഴങ്ങും കപ്പ ഇനിയെങ്കിലും പെരി പോവാന്ന് വിചാരിച്ചിന്. ഇനി വേറെ എന്തെങ്കിലും വാങ്ങണ്ട നിങ്ങക്ക്? ഇല്ലല്ലോ. എന്നാ ഇനി വേഗം പെരി കിടന്നോളി. അങ്ങനെ നമ്മളിവിടെ പെരന്റെ താഴെത്തി. ഞാൻ ബാഗ് ഇറങ്ങിക്കാണി. ആ മീനും ഇറച്ചിയൊക്കെ എടുത്തല്ലേ? എന്നാ മീനും ഇറച്ചിയൊക്കെ ഇടിക്കും അമ്മ. എടുത്തോ ഒക്കെ എടുത്തില്ലേ? ആ ഒക്കെ എടുത്തില്ലേ? ഫോട്ടോ ഒക്കെ എടുത്തില്ലേ ഞങ്ങള്? എന്നാ പേര് എന്നായി കിടന്നോ. ഓക്കെ നീട്ടി നടന്നോളി. വേഗം നടന്നോളി. നടക്കി നീട്ടി നടന്നോളി. ഈ അടുത്ത ഭാഗത്ത് കൂടെ പോയിക്കോളി. വലത്തെ ഭാഗത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും കണ്ടന്നെ പോരണ്ടേ നിങ്ങള്. അത് നിങ്ങക്ക് തോന്നാണ്. കുറച്ചു നേരം താഴത്തൂടെ പോയി വരുമ്പോ പിന്നെ തോന്നാണ്. ഒരു കൂടലുമില്ല. കൊയങ്ങിട്ട് തോന്നണത്. ഗൈസ് നമ്മളെ പെര നമ്മളെ കൊട്ടാരം കയറി മമ്മ കൊയങ്ങിട്ടോ കയറിയപ്പത്തിന്. കൊയങ്ങിയോ മമ്മ? കയറ്റം കയറി ഒരു പരിവഹിക്കണേ അല്ലേ? എത്ര വർഷമായി ഇപ്പൊ ഈ കയറ്റം കയറി തുടങ്ങിയിട്ട്? എത്ര കൊല്ലായി? 30-35 കൊല്ലങ്ങളായി ഈ കയറ്റം കയറി. മക് 2.5 വയസ്സിലിപ്പോ ഈ പെരിക്ക് വന്നത്. അവിടെ അപ്പുറത്തെ കുന്നുമ്മ. അവിടുന്ന് പിന്നെ ഉമ്മാക്ക് 2.5 വയസ്സായപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഉമ്മാക്ക് 2 വയസ്സായിട്ട് കൊണ്ടുവന്ന് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ 35 കൊല്ലം എന്നല്ല. ഉമ്മാക്ക് എത്ര വയസ്സാ? 46. 45 വയസ്സായി. അപ്പൊ 42.5 കൊല്ലം. 42.5 കൊല്ലായി നമ്മൾ ഈ കുന്ന് കയറി തുടങ്ങിയിട്ടില്ലേ? നമുക്ക് അതിനല്ലപ്പോ നമ്മള് പോയാണ്ട് KCB ചെന്നാണ്ട് ഇതൊക്കെ ഇതാക്കിക്കണേ ഇനി കയറാക്കാൻ വേണ്ടിട്ട്. നമുക്ക് നോക്കാം. വെള്ളക്കാലം കൊണ്ട് പണ്ടെന്തറിയോ? പണ്ട് ഞങ്ങക്ക് വള്ളമല്ലോ. പിന്നെ എപ്പോഴാണ് താഴത്തെ ആൾക്കാരോട് ഓല കിണറ്റില് ഓലോടൊക്കെ ചോദിച്ചിട്ട് നമ്മളവിടെ മോട്ടർ വെച്ചണോ വെള്ളമൊക്കെ അടിച്ചിക്കണേ. അതുകൊണ്ട് ഇപ്പൊ വള്ളക്കലം കൊണ്ട് കയറണം. മറ്റേത് വെള്ളക്കലം കൊണ്ടൊക്കെ കയറണം. കുട്ടികളെ ചെറിയ പാപ്പയൊക്കെ താഴത്തേക്ക് പോകുമ്പോ കലം താഴത്ത് കൊണ്ടുവച്ച് പോകുന്ന കുട്ടികൾ. അങ്ങനല്ലേ? എപ്പോഴാ വന്നേ? എന്താ പറയാ, അപേക്ഷ കൊടുത്തു. സംഭവം പറഞ്ഞ ഇന്നലെ മുതലാണിത്. ഓർഡർ കൺഫേം ആയിട്ടില്ല. പക്ഷെ ഇന്നലെ മുതൽ സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഓഫീസിൽ അവിടെ സംസാരിച്ചപ്പോഴും സംഭവം ഇല്ലതാണ്. അപ്പൊ പാസ്സായിട്ടില്ല. അത് ഇങ്ങനെ ഇതിലിങ്ങനെ നിക്കാണ്. നാളെ ഒരു കുട്ടി മരിച്ചിരുന്നല്ലോ. അതിന് ശേഷം ഒരു കുട്ടി സ്കൂളിൽ മരിച്ചിരുന്നല്ലോ ലൈൻ കമ്പി ഇട്ടിട്ട്. അപ്പൊ 6 മാസം വരെ ഉള്ളു ഇതിൻ്റെ ഇത്. അപ്പൊ നമ്മള് കൊടുത്തു വെച്ചു, അപേക്ഷ കൊടുത്തു വെച്ചു. എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് സൈഡിലേക്ക് മാറ്റി കിട്ടും. അപ്പൊ അങ്ങനെ നോക്ക എങ്ങാനും ശരിയായാലോ. അതിന്റെ അപേക്ഷയും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പെര കിട്ടിയ പേപ്പറും കാര്യങ്ങളും അതിന്റെ മാന്റെ ആധാറും ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു.
എല്ലാം കൊടുത്താണ്ട് അപേക്ഷ എഴുതി കൊടുത്തിക്കണ്. നമ്മള് മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. നമ്മള് മാത്രല്ല. ഇന്നലെ മുതലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. ഇപ്പൊ BPL കാർഡിലേക്ക് ഇങ്ങനെ ഇതുണ്ട് കാണേ. എന്തായാലും കൊടുത്തു വെച്ചിക്കണ്. ഇനി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? ചോറോ? പൂളാണെന്നുണ്ട്. പൂള പൊരിച്ചാൻ പറയാൻ മാനോട്. അല്ല പൊരിച്ചല്ല, ഇത് പൂള പൊയിങ്ങാന്. പിന്നെ കോഴി കാണാതായ കാര്യം പറഞ്ഞു. ഇല്ല എന്നാ പറഞ്ഞോടുക്ക്. നമ്മളവിടെ പോയി വന്നപ്പത്തിന് നമ്മളെ കോഴികളൊക്കെ നോക്കണ ഒരു ചെങ്ങൻ കോഴി ഉണ്ടായിന് ഗൈസ്. ആ ചെങ്ങൻ കോഴിനെ കാണാനല്ല, ഇനിയിപ്പോ പട്ടി പിടിച്ചാണോ എന്താണെന്ന് അറിയില്ല. ഉണ്ടാവൂട്ടോ, ആര് വിളിച്ചാലും വരും. ഈറ്റങ്ങളൊക്കെ നോക്കും ചെയ്യും. ഓന് പ്രത്യേക ഒരു ഓനായിട്ടുള്ള നോക്കി അങ്ങനെ ഈ എകർത്തിക്കും. മറ്റൊരൊക്കെ അതിലെ തിന്നു. എന്തൊരു ഒച്ചായിട്ടാ ഓച്ച ഉണ്ടാക്കും, ഒക്കാണ് പാറും. ആ ചെങ്ങൻ കോഴി ഇപ്പൊ കാണാല. കുറവാണ് അവിടെ. ഞാൻ രാവിലെ തൊട്ടൊന്നും തിന്നിട്ടില്ല. പോകാൻ നേരത്തെ തുള്ളി വെള്ളം കുടിച്ച് ഇറങ്ങി. ഞാൻ രാവിലെ അതിലൊക്കെ തെരഞ്ഞെടുക്കാണ്. ഞങ്ങളെന്താ അറിയോ, ഇന്നലെ അതിനെ പുറത്ത് വെച്ചിട്ട്, അതായത് എന്തിനാ പുറത്തേക്ക് ആക്കിന്. നമ്മള് മിഞ്ഞാന്ന് പോയപ്പോ പുറത്താക്കി. ഓര് പാഞ്ഞു കഴിച്ചിലാകുമല്ലോ എന്തേ വന്നാല്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് പുറത്ത് വെച്ചു. അത് നല്ലോണം പാറും, നല്ലോണം ഇതൊക്കെ പിന്നാലെ കൂടിയിരുന്ന് കിട്ടൂല അതിന്റെ. അപ്പൊ അങ്ങനെ വിചാരിച്ചാണ്ട് അത് തോട്ടത്ത് അവിടെ പാടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ തുങ്ങൽ ഇതൊന്നും കാണാനില്ല. ഇനിയിപ്പോ എന്താ ആയതെന്ന് അറിയില്ല. ഇന്നലെ ഞങ്ങള് പെരപ്പണിന് അങ്ങോട്ട് പോയില്ലേ, അതായത് നമ്മളെ പെരന്റെ അവിടെ ഷീറ്റ് ഇടാൻ വേണ്ടി പോയില്ലേയോ. അപ്പൊ ഇന്നലെ അവിടെ പോയിട്ട് നമ്മൾ ഉച്ചക്ക് വന്നാണ്ട് ഒന്ന് ചോറ് തിന്നാണ്ട് പിന്നെ പോയിട്ട് നമ്മൾ 6 മണിക്ക് 6:30 ടൈം ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് വന്നപ്പോത്തിന് ആളെ കാണാനില്ല. എവിടെ എന്തായതാവോ. ചോറ് നമ്മൾ ഉച്ചക്ക് വന്നപ്പോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 6:30 ആ ടൈം കിടന്നുറങ്ങിയപ്പോ ഒന്നുറങ്ങിട്ട് ഒന്നും ചൊർക്കം വരില്ല. ഞാൻ ഈ കോഴി രാവിലെ തന്നെ വന്നാ മതി, നീ ചെയ്യിക്കുന്ന തന്നെ കോഴിനെ നോക്കി എവിടെയും കാണാം. ഇവിടെ ഞങ്ങൾ സമാധാനിച്ചു. മരത്തുമ്പോ ഞാനും കേറിയാ മതിയേനി അയിമ ഉണ്ടാവും ഇങ്ങനെ. മരത്തുമ്മ കേറും ചിലപ്പോ. എന്നാലും നമ്മൾ 6 മണിയാകുമ്പോഴൊന്നും ഒരു കേറാത്തല്ലേ കൂട്ടില്. എന്ത് ചെയ്യാനാ. പക്ഷെ പിടിച്ച പാടുകളൊന്നും കാണാനല്ല. ഇമ്മ പറയുന്നുണ്ട് അവിടെയൊക്കെ ചെമ്മല തയ്ക്കണെന്ന്. അതായത് അവിടെ പുല്ലൊക്കെ അങ്ങോട്ട് കൊണ്ട് തയ്ക്കണം. പട്ടികളൊന്നും പിടിച്ചാക്കുന്ന ഇമ്മ പറയുന്നത്. പക്ഷെ അവിടെ തുങ്ങൽ ഇതൊന്നും കാണാനല്ല. പിടിച്ചിക്കണെന്നുണ്ടെങ്കിൽ തുങ്ങൽ ഇതൊക്കെ കാണേണ്ടിയാണ്. ഞാൻ അവിടെ പോയി നോക്കി വെച്ച് ചങ്ങൻ കോയിന്റെ കൊക്കല് ഇട്ടിട്ടേ. അപ്പൊ ഇതൊന്നുമില്ല, ഇതൊന്നും ചെന്നിട്ടില്ല. പിന്നെ നമ്മള് മറ്റേ ചെങ്ങല്ലേ, നമ്മള് കടയിൽ കൊടുത്ത മറ്റേ ചെങ്ങൻ, അതുണ്ട് ഇവിടെ താത്താന്റെ അവിടെ. ഏതറിയാ ഓറഞ്ച്, ആ ഓറഞ്ച് ഗിരിരാജല്ലേ, അത് താത്താന്റെ ഓലല്ല, ഓല അപ്പുറത്തെ വരും. ഞങ്ങള് റോഡിൽ കൂടെ ഇങ്ങനെ പോന്നപ്പോ അവിടെ സൈഡിൽ ഇങ്ങനെ കുത്തിരിക്കണ്. എന്നെ എനിക്കതിനെ കണ്ടറിയാലോ. സത്യം ഇപ്പൊ വന്നപ്പോഴല്ല, ഇന്നലെ ഞാനും മോണ്ടിന് ഇങ്ങനെ പോന്നപ്പോ മറ്റേ ചെങ്ങ നമ്മള് കടയിൽ കൊണ്ടുപോയി കൊടുത്തില്ലേ, അതില് മറ്റേ ഗിരിരാജല്ല, ഒരു ഓറഞ്ച് കളറ്, അതുണ്ട് അവിടെ. അത് ഓല് വാങ്ങി വന്നിന് അപ്പുറത്തെ വരക്കാര്. അതായത് അവിടെ കുറച്ചപ്പുറത്തെ നമ്മളെ അളിയന്റെ ഒക്കെ വരന്റെ അപ്പുറത്തില്ലേ, ഞാൻ അവിടെ റോട്ടിൽ കണ്ടതിനെ. എന്തായാലും എന്നാ ഞാൻ ചോറ് വിളമ്പി ചോറ് വാങ്ങിയതാണോന്ന് ചോദിച്ചാനാണ്. ഗൈസ് അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ രാത്രി ആയിട്ടോ, ഏകദേശം കുറച്ച് വൈകുന്നേരമായി. അപ്പൊ ഇതാക്കണ് ചെറിയാപ്പും ഷംനിയും പിന്നെ ഇതാക്കണം ആദ്യം വന്നു. ആദ്യമാ എന്താ റെഡി? മൊബൈല് കളിച്ചല്ലേ? ഒക്കോലിയില് മറ്റേ ഇത് കാണാണ്. ആദ്യോ എവിടെ ബർത്ത്ഡേന്റെ ചെലവ് എവിടെ? ആദ്യോ ബർത്ത്ഡേന്റെ ചെലവ് എവിടെ? അച്ചിമാനോടെ. ഇപ്പം മമാക്കല്ലേ ഇപ്പൊ ഒരു ഇതാണത്, അതായത് മറവി നല്ലോണ്ട്. അതില് കാട്ടി കൊടുത്താണ് ഗൈസ്. വേറൊരു ഇത് പറയാനുള്ളത്, മമ്മാക്ക് ഇപ്പൊ ചെറിയൊരു മറവി വരുന്നുണ്ടല്ലേ, 2-3 വട്ടം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സോഡിയത്തിന്റെ ഇതുകൊണ്ടായിരിക്കാം അല്ലേ? അതിന് ശേഷം അന്ന് ആ സോഡിയം കയറ്റിന് ശേഷല്ലേ അമ്മ ഇപ്പൊ നല്ല എടുത്തല്ലേ ഇങ്ങനെ മറവിന്റെ ഇതില്. അപ്പൊ അന്ന് പോയി കേക്ക് തിന്നോന്നും മമ്മാക്ക് ഓർമ്മല്ല. ആ പാപ്പാന്റെ അവിടെ പോയി മന്തി തിന്നു അന്ന് ഓർമ്മല്ല. നിങ്ങള് ആശുപത്രിന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ നിങ്ങള് പറഞ്ഞു നിങ്ങക്ക് മന്തി വേണമെന്ന്. അപ്പൊ അതും പറഞ്ഞ് നേരെ നിങ്ങള് പെരിയേക്കാന്ന്. അപ്പൊ അവിടെ മന്തി അൽഫാം ഉണ്ടായിന്.
ആ ഞാൻ പോത്തുണ്ട് മന്തി വാങ്ങുന്നു ആ ഓർമ്മ വരുന്നുണ്ടോ? മന്തിന്റെ ഓർമ്മ ബാക്കിയുള്ള ഓർമ്മ ഇങ്ങനെ പോണെന്ന് പറഞ്ഞു ആ അപ്പൊ അവൻ്റെ അവിടെ പോകുന്നുണ്ട് ആ അതന്നെ ആക്കിയിട്ട് ഞങ്ങൾ കോഴിക്കോടായിരുന്നു ആ നോക്കിയിട്ടുണ്ടായി ആ, മന്തി കേക്ക് ഒന്ന് ഓർമ്മ ഉണ്ടോ? കേക്ക് കൊണ്ട് ഞാൻ നിങ്ങൾ മറന്നു. കേക്ക് കിട്ടി ഓർമ്മ അല്ലേ ഇല്ലേ? കൂടെയൊക്കെ ആയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണെന്നാ, കേക്കിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിക്കണെന്നാ. അതിന്റെ ബർത്ത്ഡേ ആണ്. 2-3 ചോദിക്കുന്നു ഇന്നിപ്പോ ഏതാ ദിവസം ഞായറാഴ്ച ഞാൻ വന്ന് എന്നോട് പോളും ചോദിച്ചു പൂമോളെ എന്നോട് എന്താ കൂട്ടാന്. ഇന്നിപ്പോ രാവിലെ എന്തോ ഒരു കാര്യം 2-3 വട്ടം എന്നോട് ചോദിച്ചു ആരോ എന്താ കൂട്ടാൻ ആ നിക്ക് അത് എന്നോടല്ലേ ചോദിച്ചിന്? ഞാൻ വന്നാ ചോദിച്ചു എന്നോട് എന്തൊക്കെ കൂട്ടാൻ. എന്നോട് എന്തൊക്കെ കൂട്ടാന്? രണ്ടല്ലേ ഞാൻ പോകുമ്പോഴും വന്നിടക്കും കൂട്ടാനെന്താ കൂട്ടാനെന്താ? ഞാനിപ്പോ പാല് വാങ്ങാൻ പോകുകയാണെങ്കിൽ എന്തേ പണി ഉണ്ടെങ്കിൽ ഞാൻ പോയപ്പോ പറഞ്ഞു നമുക്ക് സാമ്പാർ വെക്കട്ടോ എന്നൊക്കെ പറഞ്ഞു. മറ്റേ ഉമ്മ കണ്ടറിഞ്ഞുകാണ്ട് സാമ്പാർ വെക്കൊക്കെ ആണെങ്കിൽ കഷ്ണങ്ങൾ മുറുക്കി അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ. ഇപ്പൊ ഉമ്മക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഉമ്മ എടുത്താല് അത് മൂടി വെക്കാതെ അച്ചേക്കാണ് പോകും. അന്തിക്കായാലും പുറത്തേക്ക് ഇറങ്ങിയാലും വാതിൽ തുറന്നിട്ട് കണ്ടാണ് പോരുക. അങ്ങനെ ആകെ ഒരു മറവി ഉണ്ട്. കാരണം അക്കോലം കുറഞ്ഞോണ്ട് ഞാൻ ബാലൻസ് ആയിട്ട് ഇങ്ങനെ വരണ്ടേനു. കാരണം അത്രയും മരുന്നൊക്കെ കയറ്റിയല്ലേ അതിന്റെ വേറെ കാരണം ആദ്യത്തെ പറഞ്ഞ എറനാട് നിന്നില്ലേനോ നിങ്ങൾ ഇപ്പണ്ടല്ലോ ഇപ്പം അടുക്കളയിൽ എന്തെങ്കിലും പണി എടുക്കുകയാണെങ്കിൽ തന്നെ ഇമ്മ എന്തിനേലും വരികയാണെങ്കിൽ തന്നെ ഇമ്മാക്ക് അറിയില്ല എന്താ പണി എടുക്കുകയാണ്. ഇമ്മാക്കൊപ്പം ഞങ്ങനെ ഇമ്മ എന്നോട് കട ചോദിച്ചോ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എനിക്ക് ഇമ്മക്ക് ഒക്കെ പറയൊക്കെ കൊറേ ഇരിക്കണേന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ എന്തല്ലോ ഉമ്മ നിങ്ങള് അതിടുക്കി ഇതിടുക്കി ഒന്നും പറയില്ല. ഉമ്മ അവിടെ നിന്നോട്ടോ ഞാൻ വന്നിട്ട് എടുക്കാം നിങ്ങള് മറക്കുള്ളൂ ആണ്. ഗ്യാസേ കത്തിച്ചണ്ട ഇനി കത്തിച്ചിട്ട് കണ്ട് തുറന്നിട്ട് കണ്ടൊക്കെ പോകുമെന്ന് വെച്ചാണ്ട് ഗ്യാസ് നിങ്ങൾ കത്തിച്ചണ്ടോ പറഞ്ഞാണ്ട് ഞാൻ പാലിന് പോകും. ഇപ്പൊ അങ്ങനത്തെ തോലൊന്നും ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല. തണുത്ത് കുത്തിരിക്കുകയാണ്. അത് ഇന്ന് രാവിലെ റസ്ക് വാങ്ങി വന്നു. പരിപ്പ് വാങ്ങാൻ പോയി റസ്ക് വാങ്ങാൻ. അപ്പൊ ഞാൻ പാല് കൊടുത്തു എന്നാ പാലിന്റെ മുക്കിങ്ങാട് തിന്നോളിന്ന് പറഞ്ഞിട്ട് പോയി വന്നപ്പത്തിനുണ്ടല്ലോ വെറും പാല് കുടിച്ചിക്കണേ റസ്ക് എടുത്തിട്ടേ ഇല്ല. പിന്നെ ആദ്യം തൊട്ട് ഞാൻ വന്നിട്ട് അതൊക്കെ കുടിച്ചു. എന്താ പറഞ്ഞാലും ചിരിച്ചനാട്ടോ. ഇച്ചപ്പ മഴ അപ്പൊ സോഡിയം കുറേ ഇത് തിന്നാലല്ലേ സോഡിയം ഉണ്ടാവുള്ളൂ. എങ്ങനെ മമ്മ എന്താണ് ഓർമ്മ കിട്ടണില്ല. വരും പ്രൊമോഷനൊക്കെ അപ്പൊ എങ്ങനെ ചെജ്ജല് ഞങ്ങള് പറഞ്ഞു കൊടുക്ക? അപ്പൊ മക്കൂല ഞങ്ങള് ഇതാക്കല്ലേ അപ്പൊ പറഞ്ഞു ചെയ്യാനുള്ളത് അങ്ങനെ പറയിപ്പിച്ച് ചെയ്യലല്ലേ ആളിൽ. അതൊക്കെ ശരിയാവും. ഒന്നും വിഷയമുള്ള കാര്യമില്ല. വലുതായിട്ട് മറവിയൊന്നുമില്ലേ, ചെറുതായിട്ടല്ലേ. ഇന്നിപ്പോ ആ കോഴിനെ എന്തോ പൊടിച്ചില്ലേ അപ്പൊ വന്ന് ഓ എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നീനെ ആ കോഴിയാണീലേന്ന് അത് പറഞ്ഞിക്കണ മറ്റേ കോഴിയാണെന്ന് അങ്ങനെ പറയുന്നു. റെഡിയാവും ഇൻഷാ അല്ലാ അല്ലേ? അതിന്റെ ഇടയിൽ ഇങ്ങനെ ടെൻഷനും കൂടി ആവുമ്പോഴേ ഇന്നിപ്പോ ആ കോഴി ഇല്ലായിട്ടേ ഭയങ്കര ഇതായിക്കണം. ഒരു സ്ഥലം പറയാം ടി വി അല്ലേ ഇൻഷാ അല്ലാ നമുക്ക് ടി വി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ നോക്കട്ടെ നമുക്ക് ഇൻഷാ അല്ലാ ആലോചിക്കാം. ഇവിടുത്തെ ടി വി കേടന്നിക്കണം. അപ്പൊ ഉമ്മമാക്ക് ടി വി നന്നാക്കണം എന്നാണ് പറയണത്. അതെ അതെ നമുക്ക് നോക്കട്ടെ ഇൻഷാ അല്ലാ നമുക്ക് ശരിയാക്കാം. നമുക്ക് നോക്കാം. എന്നാ വീഡിയോ അതിന്റെ ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പൊ ചാറ്റ് എടുത്തേ. ഓക്കെ എന്നാ ഇവിടെ ഗൈസ് ഇവിടെ ചെറിയ പൊളിനും മാത്രം ഇവല് മാത്രം നിലയാക്കണേ മുന്നേ എപ്പോഴും വന്നേ കുട്ടീനെ പറ്റിച്ചാണ്ട് അവിടെ കുത്തിരിക്ക.